ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ കൊണ്ടിരിക്കുന്നത് ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഒരു മൈക്രോ SUV സെഗ്മെന്റിൽ പെടുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. ഹ്യുണ്ടയുടെ ലൈനപ്പ് നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ SUVകൾ ഹിറ്റാക്കാൻ ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ 2015 മിഡ് സൈസ് SUV സെഗ്മെന്റിലോട്ട് കടന്നു വന്ന ഹ്യുണ്ടായി ക്രെറ്റ വലിയൊരു വിപ്ലവം തന്നെയാണ് നമ്മുടെ SUV മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഇന്ന് ക്രെറ്റ ഇറങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തോളം ആകുന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം യൂണിറ്റാണ് ഹ്യുണ്ടായി ക്രെറ്റ വിൽപ്പന നേടിയത്. അതുപോലെ തന്നെ സക്സസ് ആയ ഒരു മൈക്രോ SUV ആണ് ഹ്യുണ്ടായി എക്സ്റ്റർ. വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷത്തിലധികം ബുക്കിംഗാണ് എക്സ്റ്ററിന് ലഭിച്ചത്. കാരണം ഇവൻ്റെ ക്യൂട്ടായിട്ടുള്ള ലുക്ക്, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ്, പക്ക പ്രാക്ടിക്കൽ കാർ, പിന്നെ ഒരു കിഡിലൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ആ കിഡിലൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു AMD ആണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വിത്ത് പാഡിൽ ഷിഫ്റ്റ്, ഒരു തരി ലാഗില്ല, പക്ക ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെതായ എല്ലാവിധ ഈസിനെസ്സും ആ ഒരു പക്കാ യൂട്ടിലിറ്റി കാറായിട്ടാണ് എനിക്ക് എക്സ്റ്റർ ഫീൽ ചെയ്തത്. പിന്നെ ഡിസൈൻ വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കളർ അതിഗംഭീരമാണെന്നാണ് പറയുന്നത്. ഡിസൈൻ വൈസ് എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്നാണ് പറയുന്നത്. പിന്നെ ഇവൻ്റെ തൊട്ട് മൂത്ത ജ്യേഷ്ഠൻ എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായി വെന്യൂ 2019 ലോഞ്ച് ചെയ്ത ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിലോട്ട് കടന്നു വന്നൊരു വാഹനമാണ് ഹ്യുണ്ടായി വെന്യൂ. അത് തന്നെ വളരെ പെട്ടെന്ന് സക്സസ് ആയി. എൻജിൻ ഓപ്ഷൻസ് കൊണ്ടും ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് കൊണ്ടും വളരെ പെട്ടെന്ന് സക്സസ് ആയ ഒരു മോഡൽ കൂടിയാണ് ഹ്യുണ്ടായി വെന്യൂ. അപ്പം ഹ്യുണ്ടയുടെ ലൈനപ്പ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഇളയ അനിയനായ എക്സ്റ്ററും അതിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ വെന്യൂവും ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായ ഹ്യുണ്ടായി ക്രെറ്റയൊക്കെ വളരെ പോപ്പുലറായിട്ട് ഇപ്പം സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് തോന്നിയിട്ടുള്ള ഹ്യുണ്ടയുടെ വളരെ മികച്ച സർവീസ്, ആ ഒരു ബിൽഡ് ക്വാളിറ്റി, ആ ഒരു ഫീച്ചേഴ്സിൻ്റെ അതിപ്രസരം, പിന്നെ ഡിസൈൻ, ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എപ്പോഴും ഫോളോ ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി. അങ്ങനെയൊക്കെയാണ് ഇവൻ ഇത്രയും പെട്ടെന്ന് ജനപ്രിയമായെന്നാണ് എനിക്ക് തോന്നിയത്. ഡിസൈൻ വൈസ് ഒക്കെ നോക്കാൻ നേരത്ത് ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഒരു മൈക്രോ SUVയുടേതായ എല്ലാവിധ രൂപഭാവങ്ങളും, ആ ഒരു ബോഡി ഗ്ലാഡിങ്ങും, മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും, ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് ഏരിയയും, അത്യാവശ്യം നല്ല ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ഗ്രില്ല് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം, ഫുള്ള് ഒരു ക്ലോസ്ഡ് പാർട്ടാണ്. ഒരു ഇലക്ട്രിക് കാറൊക്കെ കാണുന്ന ഫീലിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ നീട്ടി വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടയുടെ ആ ഒരു ബ്രസ്റ്റ് അലൂമിനിയം ഫിനിഷുള്ള ലോഗോ ബോണറ്റിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോസ്റ്ററിലായിട്ട് കാണാം. പിന്നെ ഡിഫൻഡറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളറും ഈ ഒരു പാറ്റേൺ ഒക്കെ എനിക്ക് ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്തത്. ഹെഡ്ലൈറ്റ് ബമ്പറിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് ഫെൻഡറിൻ്റെ ഭാഗത്തായിട്ട് സ്മാർട്ട് ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. അത് ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സൂചിപ്പിക്കുന്നതാണ്. ഹ്യുണ്ടായി വെന്യൂവിൽ കണ്ട അതേ മിറർ തന്നെ നമുക്ക് കാണാം, സൈഡ് വ്യൂ മിറർ. സൈഡ് പ്രൊഫൈലോട്ടൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ്. ടയർ സൈസിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 175, 65, 15 ഇഞ്ച് ടയർ സൈസാണ് വരുന്നത്. ഡ്യുവൽ ടോൺ അലോയിലും നമുക്ക് ഇവിടെ കാണാം. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ചുറ്റും ബോഡി ഗ്ലാഡിങ്ങും ഈ ഒരു ഉയർന്ന പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡ് പ്രൊഫൈലും അതിഗംഭീരമാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്ത് മാത്രം ഇവർ ഈ ഇന്റീരിയറിൽ ആ ഹെഡ് സ്പേസ് കൂട്ടാൻ വേണ്ടി എന്തോ ഒരു ഡിസൈൻ മികവ് കാണിച്ച് അത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. ഏകദേശം 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് പറയുന്നതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങേയറ്റം പ്രിഫർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കിലോട്ട് പോകണമെന്നാണ്. അതിന് ഡ്രൈവിൻ്റെ സമയത്ത് ഞാനത് വിശദമായിട്ട് പറയാം. ഇനി നോക്കി എൻ്റെ റിയർ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്നോ. അപ്പോൾ ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ റിയർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ ക്യാരക്ടർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഒരു ബോക്സി ഡിസൈൻ ആണെങ്കിൽ കൂടി കമ്പനി അത്യാവശ്യം സ്പോർട്ടി ആക്കാനായിട്ടൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഷാർഫിൻ്റെ ആൻഡിന് അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഡീഫോഗർ, ബാക്ക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. എക്സ്റ്ററിൻ്റെ ഫുൾ ഓപ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. XX ഓപ്ഷണൽ കണക്ട് എന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് കുറച്ച് ഭംഗിയാക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് ഉണ്ട്, അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. ഹ്യുണ്ടയുടെ ആ ഒരു ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതൊരു LED സെറ്റപ്പാണ് വരുന്നത്, അതും ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അത്യാവശ്യം മികച്ച ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു മൈക്രോ SUV സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത്. ഇതിൻ്റെ പ്രധാന കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ടാറ്റ പഞ്ചാണ്. അപ്പോൾ ടാറ്റ പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് ബൂട്ട് സ്പേസ് എടുത്താലും, വീൽ ബേസ് എടുത്താലും, ഹെഡ് സ്പേസ് എടുത്താലും, എഞ്ചിൻ റിലയബിലിറ്റി, ആ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സും ഒരു 4 സിലിണ്ടർ എഞ്ചിനും എല്ലാം കൊണ്ടും ടാറ്റ പഞ്ചിനേലും ബെറ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. അത് മാത്രമല്ല 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എക്രോസ് എല്ലാ വേരിയൻസിലും 6 എയർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ടാറ്റ പഞ്ച് അല്ല ഹ്യുണ്ടായി എക്സ്റ്റർ. അപ്പോൾ ഹ്യുണ്ടായി എക്സ്റ്റർ ആ കാര്യത്തിലൊക്കെ മുന്നിലാണ്. ഫീച്ചേഴ്സ് എടുത്താലും, വീൽ ബേസ് എടുത്താലും, ബൂട്ട് സ്പേസ് എടുത്താലും, എഞ്ചിൻ റിഫൈൻമെൻറ്റ്, റിലയബിലിറ്റി, 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ അത് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടും ടാറ്റ പഞ്ചിനേലും ബെറ്റർ ആയിട്ട്. അപ്പോൾ ടാറ്റ പഞ്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന, അല്ല ടാറ്റ പഞ്ച് ബുക്ക് ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും
ഹ്യുണ്ടായി എക്സ്റ്ററും കൂടി ഒന്ന് പരിഗണിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 എയർ ബാഗ് എക്രോസ് എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു ഉരുക്ക് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ പഞ്ചിലോട്ട് പോകാം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും ടാറ്റ പഞ്ചാണ്. അപ്പോൾ സേഫ്റ്റി കൺസേൺ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിലോട്ട് പോകാം. മൈലേജ് ഇല്ല, മെയിൻ്റെനൻസും സർവീസും ഒന്നും പോരാ, എഞ്ചിൻ റിലയബിലിറ്റിയും വേണ്ട, നിങ്ങൾക്ക് റിഫൈൻമെൻറ്റും വേണ്ട, ഒന്നും വേണ്ട, സേഫ്റ്റി മാത്രമാണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ ടാറ്റ പഞ്ചിലോട്ട് പോകും. അല്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഹ്യുണ്ടായി എക്സ്റ്റർ എടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി നോക്കാം. ഹ്യുണ്ടായി എക്സ്റ്ററിന് ഇന്റീരിയറിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ലേഡീസിനൊക്കെ പറ്റുന്നൊരു വാഹനമാണെന്നാണ്. കാരണം വളരെ കോമ്പാക്റ്റ് ആണ്, കയറാനും ഇറങ്ങാനും വളരെ സുഖമാണ്, നല്ല ഇന്റീരിയർ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു വാഹനമാണെങ്കിൽ കൂടി അത്യാവശ്യം വിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഇന്റീരിയർ കയറി ഇരിക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്, ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ കൂടി ചെറിയ ലെതർ അപ്പോൾസറിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ബേസിക്കലി നിയോസിന്റെ പല സംഭവങ്ങളും ഇതിന്റെ ഇന്റീരിയറിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്റ്റിയറിംഗ് വീൽ ആയാലും ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയാലും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വാഹനമായിട്ട് എന്തുകൊണ്ടും മാച്ചായ രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 7-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്, അതിൽ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത് കണക്ഷൻ, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC നമുക്ക് കാണാം. എനിക്ക് ഏറ്റവും മെയിനായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വയർലെസ് ചാർജിങ് ആണ്. പിന്നീട് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള പെഡൽസ് ഒക്കെ കാണാം. നമ്മൾ പോളോ GT കണ്ട പോലത്തെ ഫുഡ് പെഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെയായിട്ട് കാണാം. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ലഭിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീല്, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ നമുക്ക് കാണാം, അതൊരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. AC വെന്റിന്റെ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡോർ പാഡിലായിട്ട് കാണാം. മിറേഴ്സിന്റെ ഒക്കെ വിസിബിലിറ്റി ആണെങ്കിൽ തന്നെ എടുത്തു പറയേണ്ടതാണ്. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഡിമിംഗ് മിറർ നമുക്ക് കാണാം, അവിടെ ബ്ലൂലിംഗ് ടെക്നോളജിയും കാര്യങ്ങളും. പിന്നെ എല്ലാവരും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് സൺറൂഫ്. ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് കിടിലനായിട്ട് ഇഷ്ടപ്പെട്ട ഇതിനകത്തൊരു ഫീച്ചറാണ്. മൊത്തത്തിൽ ഒരു അടിപൊളി ഇന്റീരിയർ തന്നെയാണെന്നാണ് പറയേണ്ടത് ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. ഇനി നോക്കി എൻ്റെ റിയർ സീറ്റിൽ പോയിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ റിയർ സീറ്റിലുണ്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് താഴ്ന്ന പ്രൊഫൈലാണ്, ഫ്രണ്ടിൽ ഇരുന്നതിലും കുറച്ചുകൂടി താഴ്ന്നൊരു ഹാച്ച് ബാക്കിൽ ഇരുന്ന ഫീലാണ് നമുക്ക് ഇതിന്റെ റിയർ സീറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റൈഡ് ക്വാളിറ്റി അത് ഗംഭീരമായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ വളരെ മികച്ച ഗ്ലാസ് ഏരിയ, നമ്മളിത് എക്സ്റ്റീരിയറിൽ കണ്ടപ്പോൾ നമുക്ക് വ്യക്തമാണ്, വലിയൊരു ഗ്ലാസ് ആണ് ഇതിന്റെ റിയർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലസന്റ് ആയ ഒരു ഫീൽ, വാഹനത്തിന്റെ വലിപ്പത്തേക്കാൾ കൂടുതൽ ഇതിന്റെ ഇന്റീരിയർ കയറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു വാഹനത്തിൽ ഇരുന്നൊരു ഫീൽ ഈ ഗ്ലാസ് ഏരിയ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയർ AC വെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായി വെന്യൂവിനാലും എനിക്ക് തോന്നുന്നു ബാക്ക് സീറ്റിൽ കുറച്ച് വിട്ട് കൂടുതലുണ്ട്. കാരണം ഹ്യുണ്ടായി വെന്യൂവിന്റെ റിയർ സീറ്റ് കുറച്ച് കൺജസ്റ്റ് ആണ്. അല്ലെ കോമ്പാക്ട് SUV ശ്രേണിയിൽ വരുന്ന എല്ലാ വാഹനത്തിന്റെ റിയർ സീറ്റ് കുറച്ച് കൺജസ്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഹെഡ് സ്പേസും ഈ ഒരു വിട്ടും ലെഗ് സ്പേസും എല്ലാം കൊണ്ടും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് എനിക്ക് ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ റിയർ സീറ്റിൽ ഇരുന്നപ്പോൾ അനുഭവപ്പെട്ടത്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ വിത്ത് ഒരു AMD ഗിയർ ബോക്സ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ എക്സ്റ്ററിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം തോന്നിയത്, ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിൽ AMDയിൽ പാഡിൽ ലിഫ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവമായി, അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം AMDയുടേതായ ഒരു ലാഗും ഇല്ല. നമ്മൾ മാനുവൽ മോഡിലോട്ട് ഇട്ടിട്ട് നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ പ്ലസ് മൈനസ് കൺട്രോൾ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കാരണം ക്ലച്ച് ചവിട്ടിയൊന്നും വളരെ അനായാസമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ട് കിടക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കാലത്ത് എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കിലോട്ട് പോകുന്നതാണ് ബെറ്റർ. പക്ഷേ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് നോക്കാൻ നേരത്തെ ഈ ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ച് വരുന്ന എല്ലാ ഓട്ടോമാറ്റിക്കും AMD ആയിരിക്കും. AMDക്ക് AMDയുടേതായ ഒരു ലാഗ് ഉണ്ട്. പക്ഷേ നമ്മൾ വേണ്ട രീതിക്ക് ഓടിച്ചില്ല. AMD ആയിട്ടൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിലും കിട്ടില്ല ട്രാൻസ്മിഷൻ വേറെ ഇല്ലെന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം നല്ല ഫ്യൂവൽ എക്കണോമിയും കുറഞ്ഞ മെയിൻ്റെനൻസും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ പുതിയൊരു വാഹനം ഒരു ഓട്ടോമാറ്റിക് നമുക്ക് എടുക്കാനും എന്തുകൊണ്ടും ബെറ്റർ AMD ആണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട DCT ആണ്. DCT ഇതുപോലെ തന്നെ AMDയുടെ സെയിം ടെക്നോളജി തന്നെയാണ്. ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്ലച്ച് എപ്പോഴും എൻഗേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ലാഗ് നമുക്ക് വരുന്നില്ല. വളരെ സ്പോർട്ടി ആയിട്ടുള്ളതാണ്. പക്ഷേ അതിന് അതിൻ്റെതായ കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറഞ്ഞ മൈലേജും ഒക്കെയാണ് DCT ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ AMD ട്രാൻസ്മിഷൻ നമുക്ക് നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്കൊരു AMD വാഹനം സ്വന്തമാക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോമ്പാക്ട് സൈസിലെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി ആകുമ്പോൾ ഇന്നത്തെ സിറ്റി ട്രാഫിക്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. നിങ്ങൾ എക്സ്റ്റർ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരിക്കും. കാരണം ഒരു രക്ഷയില്ല. ഇതിൻ്റെ XX എന്ന വേരിയൻ്റാണ് ഞാൻ ഹൈലി പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു 10-10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും പാഡിൽ ലിഫ്റ്റും എല്ലാം വരുന്ന മോഡൽ നമുക്ക് ഹ്യുണ്ടായിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ട് കാണാവുന്ന ടാറ്റ പഞ്ചാണ്.
ടാറ്റ പഞ്ച് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്തെ പഞ്ചിൽ വരുന്ന AMD ട്രാൻസ്മിഷൻ ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ലാഗുള്ളൊരു AMD ട്രാൻസ്മിഷനാണ്. കാരണം അതിൽ വരുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പവർ കുറവും അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷനും ആ റിഫൈൻമെൻറ്റ് ലെവലും ഒക്കെ തീരെ പുറകോട്ടാണ്. പിന്നെ എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ തന്നെ പല കംപ്ലയിൻസും അവരുടെ സർവീസിനെ പറ്റിയും വണ്ടിയെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഹ്യുണ്ടയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ ഹ്യുണ്ടയുടെ സർവീസിനെ പറ്റിയോ എഞ്ചിനെ പറ്റിയോ ആരും ഇന്ന് വരെ ഒരു മോശം പറഞ്ഞിട്ടില്ല. കാരണം അത്രത്തോളം റിലയബിളും കൂടി തെളിഞ്ഞൊരു എഞ്ചിൻ തന്നെയാണ്. നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിലൊക്കെ വർഷങ്ങളായിട്ട് വരുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ഡ്രൈവിംഗ് പ്ലഷറൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. 1200 cc ഒരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാനുവൽ മോഡിലോട്ടിട്ട് ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പാഡൽ ഷിഫ്റ്റ് ചെയ്ത് അത്യാവശ്യം കാല് കൊടുത്താലും ഡീസൻ്റായിട്ട് അത്യാവശ്യം ഓവർടേക്ക് ചെയ്യാനുള്ള പവറൊക്കെ എന്തായാലും എക്സ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇത് ലേഡീസിനായിരിക്കും ഈ വാഹനം അടിപൊളിയായിട്ട് ചേരുന്നത്. കാരണം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്, മികച്ച വിസിബിലിറ്റിയാണ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. സിറ്റിയിലൂടെയൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും കൊണ്ടുനടക്കാനും ഒക്കെ സുഖമായിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. അത്യാവശ്യം ലീനിയർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്, ഏകദേശം 14 കിലോമീറ്റർ കുറയാത്ത മൈലേജ് നമുക്ക് റിയൽ ലൈഫിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഇന്ന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ വണ്ടി തന്നെയായിരിക്കും എക്സ്റ്റർ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരുപാട് സാധാരണക്കാർ വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് എക്സ്റ്റർ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ 1 ലക്ഷത്തിലധികം ബുക്കിംഗ് ഒക്കെ നേടിയ ഒരു സൂപ്പർ ഹിറ്റ് മോഡൽ തന്നെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ ഒന്ന് ഡൗൺ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് കയറി പോകണമെങ്കിൽ ഈസി ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. വളരെ ഈസി ആയിട്ട് റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിനൊക്കെ എന്തുകൊണ്ടും പറ്റിയ ഒരു സ്റ്റിയറിംഗ് എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണെന്നാണ് പറയേണ്ടത് എക്സ്റ്ററിൻ്റെ. നമ്മൾ പോപ്പുലർ ഹ്യുണ്ടായി എന്നാണ് ഹ്യുണ്ടായി വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവും നിങ്ങളുടെ റിവ്യൂ ഒക്കെ എത്തിക്കാൻ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് പോപ്പുലർ ഹ്യുണ്ടായാണ്. അപ്പോൾ പോപ്പുലർ ഹ്യുണ്ടായി നിങ്ങളും തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. പോപ്പുലറിലെ ഹ്യുണ്ടായി ലൈനപ്പിലുള്ള ഏത് വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പോപ്പുലർ ഹ്യുണ്ടായി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.